ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മധുവങ്കളെ എന്തോ ഇനി വരാൻ പോകുന്നത് മധുവങ്കളുടെ പാട്ടാ. ആഹാ എന്നുവെച്ചാ മധുവങ്കളുടെ റൗണ്ടാ. ഓ അങ്ങനെ കാരണം മധുര ഗാനമാണ് വരാൻ പോകുന്നത്. മധുവങ്ങൾ ഇല്ലാത്തപ്പോ ഈ റൗണ്ടിന് ഞങ്ങൾ ഓരോ പാട്ടും വരും ഈ റൗണ്ടിന് പറയും. അപ്പൊ MJ ഞങ്ങള് മധു എന്ന് പറയും. MJ ഞങ്ങള് മധുവിനെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്നു മധുരഗാനം റൗണ്ടിൽ മധുവങ്ങൾ എത്തിയിരിക്കുകയാണ്. പെർഫോം ചെയ്യാൻ എത്താൻ പോകുന്നത് നമ്മുടെ എസ്തർ കുട്ടിയാണ്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. എസ്തർ റോസ്. എസ്തർ കുട്ട സുഖാണോ? ആണ്. റോസ് ഉണ്ടല്ലോ എസ്തറിന്റെ കൂടെ. ആ പേരുമായിട്ട് മാച്ച് റോസ് ഉണ്ട്. അതെ 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 അതെ. അപ്പൊ റോസാ കുട്ടി എന്തോ ഇന്ന് ഏതാണ് പാട്ട്? ഇന്നത്തെ പാട്ട് അറബി കടലൊരു മണവാളൻ. ആ കരയോ നല്ലൊരു മണവാട്ടി അല്ലേ? പി ഭാസ്കരൻ സർ, യെസ് ബാബുക്ക. യെസ്. സിനിമ ഏതാണ്? മറന്നുപോയി. ഭാർഗവി നിലയം. ഭാർഗവി നിലയം. ക്ലാസിക് സോങ് ആണ് കേട്ടോ. ആ അത് സുശീലാമ്മ എന്ത് ഗ്രേറ്റ് ആയിട്ടാണ് അത് പാടിയിരിക്കുന്നത് അല്ലേ? സുശീലാമ്മയുടെ പാട്ടുകളൊക്കെ നമ്മുടെ കുട്ടിക്ക് നന്നായിട്ട് ചേരും കേട്ടോ. ഫ്ലേവർ ഒക്കെ ഉണ്ട്. ബാബുക്കയുടെ വേറൊരു പാട്ട് ഇതുപോലെ തന്നെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാസ്കർ മാസ്റ്റർ തന്നെ, അത് ഏത് സിനിമയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇതൊരിക്കൽ നമ്മുടെ കുട്ടി പാടിയത് നന്നായിരിക്കും കേട്ടോ. കടലും കടൽ തിരയും കിളിമാസു കളിക്കും നേരം എൻ ഹൃദയ സഖേ നീ അരികിൽ ഓടി വരുന്നു, നീ അരികിൽ ഓടി വരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ ആയിലിരുന്നു നാണോടൊരുട്ടി കളിയല്ലോ. നാണിക്കണ്ട കേട്ടോ, ഞാൻ എന്ത് പറയാൻ. പാടൂ. അതെ. നമ്മുടെ എസ്തർ കുട്ടി പാട്ട് പാടാൻ പോവാണ്. പ്രേക്ഷകർ എല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ എസ്തർ കുട്ടന് വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയൊരുട്ടി കളിയല്ലോ. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയൊരുട്ടി കളിയല്ലോ. കളിയല്ലോ കരയുടെ മടിയിൽ രാവും പകലും കക്ക പെറുക്കി കളിയല്ലോ. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയൊരുട്ടി കളിയല്ലോ. നീലക്കടലിൻ നിറമാല, നീളെ പൊങ്ങും
മായ്ച്ചല്ലോ. വായിക്കാൻ ഞാൻ അണയും മുൻപേ വന്തിര വന്നത് മായ്ച്ചല്ലോ. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയൊരുട്ടി കളിയല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി നൈസ്. Not bad. ഇസ്തിരിക്കുടി. എന്തോ അതെ, എനിക്ക് പറയാനുള്ളത് പറയട്ടെ. ഈ നീളെ പൊങ്ങും തിരമാല നീലക്കടലിൻ നിറമാല അത് പാടിയില്ലേ? അതില് ഒരു ചെറിയ സ്ലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സുശീലാമ്മ നന്നായിട്ട് നിറഞ്ഞു ധ്വനിച്ചു. നിറഞ്ഞു നിന്നു. അതെ. സത്യം. എല്ലാരും കണ്ണടച്ചൊന്ന് കേട്ടോണേ, ഒന്ന് പഠിക്കേ. നീളെ പൊങ്ങും തിരമാല നീലക്കടലിൻ നിറമാല, കരയുടെ മാറിലിടുമ്പോഴേക്കും മരതക മുത്തണി മലർമാല. മരതക അതിന്റെ അതെ, അതെ, അതെ. അതെ, അതെ. അതറിയാതെ പറഞ്ഞതെന്ന് തോന്നുന്നു. അറിയാതെ വരുന്നതാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. Thank you, sir. ആ അപ്പൊ എല്ലാ സമയങ്ങളിലും സുശീലാമ്മയുടെ ശബ്ദം ഇങ്ങനെ പ്രതിധ്വനികളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഇത് സുശീലാമ്മ എന്ന് പറഞ്ഞ ഒരു പാഠപുസ്തകമാണ്. റെൻഡിഷന്റെ ഹൗ ടു റെൻഡർ എ സോങ്, യെസ് യെസ്. ആലാപനത്തിന്റെ പാഠപുസ്തകമാണ്. അപ്പൊ ആലപിക്കുമ്പോഴത്തേക്കും അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. നമുക്ക് ഇനി ഒരു മ്യൂസിക് കമ്പോസർ വന്നിട്ട് എസ്ത്രൂട്ടി എടുത്ത് ഒരു പാട്ട് പഠിപ്പിച്ച് പാടുമ്പോഴത്തേക്കും ഇവിടുന്ന് പഠിച്ചിരിക്കുന്ന പാട്ടുകളുടെ ആലാപനത്തിന്റെ ശൈലികൾ, അത് ജാനകിയമ്മയും സുശീലാമ്മയും വാണിയമ്മയും ചിത്രചേച്ചിയും സുജാ ചേച്ചിയും ഒക്കെ പാടിയ പാട്ടുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ കുഞ്ഞിന് ആസ്വദമായിട്ടൊക്കെ പാടാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എസ്പെഷ്യലി ദിസ് വോയിസ് ഓഫ് യുവേഴ്സ്, അത് ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിന് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. Thank you, യുണീക്ക് sir. ആയിട്ടുള്ള ഒരു Different ആയിട്ടുള്ള ഒരു voice. ഡിഫറെന്റ് ആണ്. അതിന് സുശീലാമ്മയുടെ തിഞ്ചുണ്ട്. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയൊരുട്ടി കളിയല്ലോ. ഇതൊരു തുടക്കം മാത്രം, മനസ്സിലായിട്ടില്ലേ? അതെപ്പോഴും മനസ്സിലാക്കി വേണം. പിന്നെ കടലല്ല നല്ല കളിത്തോഴൻ, കാറ്റോ നല്ല കളിത്തോഴി, അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു, സർ. അതിന് ഫീൽ ഉണ്ടായിരുന്നു. ഇതുപോലെ സുശീലാമ്മ ഫീൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കടലല നല്ല കളിത്തോഴൻ, കാറ്റോ നല്ല കളിത്തോഴി. കരയുടെ മടിയിൽ രാവും പകലും കക്കപ്പെറുക്കി കളിയല്ലോ. മരതക മുത്തണി മലർമാല എന്ന് പാടിയത്, അത് രണ്ടാമത് പാടിയത് നന്നായിരുന്നു. ആ മലർമാല ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ കാറ്റ് ചിക്കിയ കാറ്റ്, ആ കാറ്റ് കറക്റ്റ് ഷഡ്ജത്തിലെത്തണം. കാറ്റു ചിക്കിയ തെളിമണലിൽ. ഒന്നുകൂടി പാടി. ഇതൊരു ഫൈൻ ട്യൂണിങ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു ഫ്രേസിൽ 2 വേർഡ്സ് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അത് മ്യൂസിക്കലായിരുന്നു, ലിറിക്കലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അടുത്ത 2 ഫ്രേസ് കുഴപ്പമില്ല എന്ന് വെക്കാൻ പറ്റില്ല. ഫൈൻ ട്യൂണിങ് വേണം. എല്ലാ ഫ്രേസിലും കൺസിസ്റ്റന്റ്ലി പെർഫെക്റ്റ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുന്നു. കാറ്റു ചിക്കിയ തെളിമണലിൽ കാലടിയാൽ നീ കഥ എഴുതി. ഇനി വൻതിര വായിക്കാൻ ഞാൻ അണയും മുൻപേ വന്തിര വന്നത് മായ്ച്ചല്ലോ. ഇപ്പൊ മാച്ചലോ, തിര മാച്ചലോ, ആ സംഗതി ഇപ്പൊ നന്നായി. ക്ലാരിറ്റി വൻതിര വൻതിര അതാണ്. പിന്നെ ഇതില് കുറച്ചും കൂടെ റിതമിക് ആയിട്ട് പാടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളണം, നോട്ട്സ് ഇങ്ങനെ കുറച്ചും കൂടെ തുള്ളണം. അതൊന്നുകൂടെ പാടിയേ, റിതമിക് ആയിട്ട്. തബലയും കൂടെ വെച്ചു കൊടുക്കാം. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. അത് ഓരോ സമത്തിലുള്ള അക്ഷരം ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നന്നാവും. 1 2 3 4 3 4. അറബി കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി.
കളിയല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡൈനാമിക് ആയിട്ട് വരും. അപ്പോഴാണ് ഇതില് ഒരു ഭയങ്കര ഒരു ജോയ് വരും. ജോയ്. ഈ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ എന്ന് പറഞ്ഞ ആരാ? അമ്മയെ നോക്കുന്നു. മക്കളെ വേണ്ട. ഞാനൊരു റിതോട്ടതല്ലേ, ഞാൻ ക്യൂ തരാം. ഞാൻ ക്ലൂ ഒന്നല്ല, ഒരു ഇസ്തിരി കുട്ടിക്ക് ഞാനൊരു ക്ലൂ തരാം. ഒരു റിതം അതായിരുന്നു ഏറ്റവും വലിയ ക്ലൂ. ഏറ്റവും വലിയ ക്ലൂ പറഞ്ഞുതരാം. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാനും അവിടെയാണ് ജനിച്ചത്. ഞാനുമല്ല. വിഭ്രാന്തി ഗേൾസ്. ഇനി എസ്തർ കുട്ടി പറയണം. അറിയോ? അമ്മ കൊച്ചി പറഞ്ഞു. അമ്മ കൊച്ചി എന്ന് പറഞ്ഞു. അമ്മ കൊച്ചി എന്ന് പറഞ്ഞു. സംശയം ഉണ്ടല്ലേ? അമ്മയെ വിശ്വാസമില്ല. കൊച്ചി തന്നെ. കൊച്ചിയാണ് അറബിക്കടലിന്റെ രാജ്ഞി എന്ന് പറയുന്നത്. നമ്മുടെ നാടല്ലേ. അപ്പൊ എസ്തർ കുട്ടാ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സുശീലാമ്മയുടെ സ്റ്റൈൽ ഉണ്ടല്ലോ, അതങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കുട്ടിയപ്പോ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. സുശീലാമ്മയുടെ പാട്ടുകൾ കുറെ അങ്ങോട്ട് കേൾക്കുക. അത് എങ്ങനെയൊക്കെയാണ് പാടിയിരിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എം ജി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ലൊരു ശബ്ദം, അത് യുണീക്കായിട്ടുള്ള ശബ്ദം. ഞാൻ പറഞ്ഞല്ലോ യുണീക്കായിട്ടുള്ള ശബ്ദമാണ്. അത് എസ്തർ കുട്ടിക്ക് മാത്രമുള്ള ശബ്ദമാണ്. ഓക്കെ, സുശീലമ്മയുടെ പാട്ടുകൾ കേൾക്കണം നല്ലതാണ്. കുറെ കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എസ്തർ കുട്ടിക്ക് കുറെ കാര്യങ്ങൾ കിട്ടും അതിൽ നിന്ന്. കാരണം ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ദാസേട്ടൻ, ജയേട്ടൻ, അങ്ങനെ പലരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് സുശീലാമ്മ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആവണം. അതെനിക്ക് ഈ പാട്ടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ സൂക്ഷ്മമായിട്ട് പാടണം, ശ്രദ്ധ പോകരുത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈൻ ശരിയായിട്ട് മറ്റേ ലൈൻ ഇങ്ങനെ ഉഴപ്പി പാടുക, അങ്ങനെ ആവരുത്. പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം ആദ്യം ഒരു അവസാനം വരെ. ശ്രുതി, സംഗതി, ഫീല്, മോഡുലേഷൻസ് എല്ലാം. വേറൊന്നും പറയാം, സിമ്പിൾ. ഓക്കെ എസ്തർ കുട്ടാ എന്തോ മിടുക്കിയായിട്ട് പാടി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. നല്ല സെലക്ഷൻ കേട്ടോ. ഇങ്ങനത്തെ പാട്ടുകൾ മധുചേട്ടൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ പാട്ടുകൾ സെലക്ട് ചെയ്താൽ നമുക്ക് ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റും കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് മൊത്തത്തിൽ വരികളുടെ ആദ്യം പാടുമ്പോൾ ഒരു കൺട്രോൾ ഉണ്ട്, അവസാനം എത്തുമ്പോഴത്തേക്ക് വോക്കലിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യണം. അപ്പോഴാണ് ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടുന്നത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എന്തായാലും പ്രാക്ടീസ് കൊണ്ട് മാത്രമേ അത് ശരിയാക്കാനും പറ്റുള്ളൂ. നമ്മൾ ഓരോ ലൈനും എടുത്ത് അതിന്റെ ഓരോ അക്ഷരങ്ങളും എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് വരുള്ളൂ. അപ്പൊ എസ്തർ ഷുഡ് ഫോക്കസ് മോർ ഓൺ മ്യൂസിക്, മോർ ഓൺ പ്രാക്ടീസിങ് മ്യൂസിക് കേട്ടോ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഇന്ന് പറയാൻ തോന്നിയത്. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് അതിന്റെ വരികളും അതിന്റെ മോഡുലേഷൻസും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് പാടണം. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്തിട്ട് വരും? പ്രാക്ടീസ് ചെയ്തിട്ട് വരും. എങ്ങനെ പാടും? നല്ല ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ച് പാടും അല്ലെ? അപ്പം മിടുക്കിയാണ്. അപ്പൊ ഇന്നത്തെ എസ്തർ കുട്ടിയുടെ പെർഫോമൻസിനുള്ള മാർക്ക് 97 out of 100. എസ്തർ കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതിലും കലക്കണം. ഓക്കെ, ബൈ. നമ്മുടെ നേതാവിനെ വിളിക്കണ്ടേ? ഏതിന്റെ നേതാവാ വേണ്ടത്? ഇവിടുത്തെ ജെന്റിൽമാന്റെ നേതാവുണ്ട്, അതിനെയാണോ? ഒരു ജെന്റിൽമാൻ നേതാവ് അല്ലേ? സൗരംഗ ധീരതയോടെ നയിച്ചോളൂ. അതാരാത്? നമ്മുടെ സൗരംഗനാണ് വരാൻ പോകുന്നത് പെർഫോമൻസ് റൗണ്ടുമായിട്ട്. ലെറ്റ്സ് വെൽക്കം സാരംഗൂട്ടൻ ഓൺ സ്റ്റേജ്. സാരംഗിന് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഹേയ്, ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഒരു പ്രേതപ്പെടത്തില്ല. മേഘസന്ദേശം.
ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് ഹൊറർ പടമൊക്കെ കാണാറുണ്ട്. വേണ്ടി വന്ന് സെമിത്തേരി കിടന്നുറങ്ങാറുണ്ട് ഒറ്റ. സാരംഗേ ഹായ്. ഹായ്. നിന്റെ പാട്ടായല്ലേ? ആ ബെസ്റ്റ് വിഷസ്. ബെസ്റ്റ് വിഷസ്. എടാ ബെസ്റ്റ് വിഷസ് നിനക്കല്ലേ, അപ്പൊ നീ താങ്ക് യു അല്ലേ പറയണ്ടേ? താങ്ക് യു. ഇവന് എന്താ അപ്പൊ ഞാൻ ആരുടെ കൂടി എത്ര നേരം സംസാരിച്ചത്? You look so stylish. ചിക്ക് ബുക്ക് റെയിലേ. അല്ലല്ല, ചേട്ടൻ ഇല്ലാത്തോണ്ടാ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വരാന്ന് പറഞ്ഞു, പ്രോമിസ് ചെയ്തായിരുന്നു. അതാണ് ഇത്. തൊപ്പി തിരിച്ചിട്ടിട്ട് വരാന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ഇപ്പൊ ചെയ്തതാ. ചേച്ചി, അതായത് MJ സാറുടെ ഡ്രസ്സിനല്ലേ പറഞ്ഞത്? അതാണ് കൂളിംഗ് ഗ്ലാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. MJ സാറിന്റെ ഡ്രസ്സാണോ? അല്ല, ഇത് ഞാൻ പെർഫോമൻസ് റൗണ്ടിന് വന്നതാണ്. അങ്ങനെയാണല്ലേ? പക്ഷെ കൂളിംഗ് ഗ്ലാസ് എന്നെ പ്രോമിസ് ചെയ്തതല്ലേ? അതുണ്ട്, അതുണ്ട്. ഓക്കെ, ഇതല്ലേ പാട്ട്? ഇല്ലേ ഇത് മീനുട്ട ഏതാ പാട്ട്? ഇതാണ് പാട്ട്. ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട്. ആണോ? മീനുട്ട പാട്ട് ഇന്നാളത്തെ മനസ്സിലായോ? പോലെ ചെറുതായിട്ട് ചെയ്യണമെന്നിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്നില്ലേ? അതുപോലെ ആവരുത്. ഇല്ല, ആ കൂളിംഗ് ഗ്ലാസ് ഇരിക്കേണ്ട ഇടത്തിൽ ഇരിക്കേണ്ട പോലെ ഇരുന്നാലേ ശരിയാവും. എല്ലാം കൂടെ കുത്തി കേട്ടു ചെവിയുടെ മേളിൽ. അപ്പൊ തിലേന പാട്ടണോ? അല്ലേ? പാട്ടല്ലേ? ആ പാട്ടല്ലേ? അതെ അതെ അതല്ലേ ഉദ്ദേശിച്ചേ? അതെ. അപ്പൊ പാടണ്ടേ? പാടണം. പാടിക്കോ. Yes. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഡീറ്റെയിൽസ് ഒക്കെ അറിയാലോ അല്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞോളൂ. മൂവി മേഘസന്ദേശം, വർഷം 2001, പാടിയത് MG ശ്രീകുമാർ സാറ്, പിന്നെ മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, പിന്നെ എഴുതിയത് S രമേശൻ നായർ സാർ. പാട്ട് കേൾക്കാം അല്ലേ? പെട്ടെന്ന് തന്നെ പാട്ട് കേൾക്കാം. അപ്പൊ നമ്മുടെ സാരംകുട്ടന്റെ പാട്ട് പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സാരംകുട്ടന് വോട്ട് ചെയ്യണേ. അപ്പൊ സാരംഗ്, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന
സാരംകൂട്ടാ, ഹലോ. എന്തൊരു പവർ പാക്ഡ് എനർജി ആടാ നിനക്ക്. അതെ, താങ്ക് യു. സൂപ്പർ. താങ്ക് യു. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേയ് തില്ലാന. അമ്പോ, ആ എൻട്രി തന്നെ അടിപൊളിയായിരുന്നു. അതെ, എങ്ങനെയായിരുന്നു സ്റ്റെപ്പ് കാണിച്ചേ? ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഇങ്ങനെ ഇങ്ങനെ എന്തോ അല്ലേ? അങ്ങനെ എന്തോ ആണ്. അത് അപ്പോഴേ ആ എനർജി പുറത്തേക്ക് സമയത്ത് വരും. വന്നതാണ്. അത് അത് കിടിലനായിരുന്നു കേട്ടോ നന്നായിരുന്നു സാരംകൂട്ടാ. എന്തായാലും. പാട്ട് പാടുന്നതിന് മുമ്പിട്ട് ഒരു അരമണിക്കൂർ മുമ്പിട്ട് പഠിച്ച ഡാൻസ് ആണിത്. ഓ, അത് ശരി. സ്വയം ചെയ്ത് പഠിച്ചതാണോ അത്? അല്ല, ആരും പറഞ്ഞു ആരെങ്കിലും ആ ഹെൽപ്പ് ആരെ ചെയ്തോ? help ചെയ്തു? ആരാ? ജിത. ഞാൻ ഊഹിച്ചു. എല്ലാത്തിനും പുറകിൽ ആ ചീത്ത കുട്ടി. ആരിക്കൂടെ അത് കണ്ടില്ലേ? ഏത്? ആ തുടക്കം, അതായത് ഇങ്ങനെ നിന്നു, ഇങ്ങനെ നിന്നിട്ട് ഉടനെ തന്നെ ആ യെസ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ വന്നു, എന്നിട്ട് നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്, അതെ, എന്നിട്ട് മ്യൂസിക് തുടങ്ങിയപ്പോ അത് രസമുണ്ടായിരുന്നു. സാരംകൂട്ടാ സൂപ്പർ അതൊക്കെ ചെയ്ത് ആയിരുന്നു. പഠിപ്പിച്ചു തന്നാ? ആ അതെ അതെ. ആണോ? ഞാനാകെ എന്താ പറയാ, ഈ കൈകൊണ്ട് ഇങ്ങനെ അതില്ലേ, ആ, അത് ഞാന് സ്വന്തമായിട്ട് ആക്കി. അത് സിനിമയിൽ അപ്പൊ- കണ്ടിട്ട്, ആ പാട്ടിൽ കണ്ടിട്ട്, സീനിൽ കണ്ടിട്ട്. സീനിൽ കുറച്ച് ടഫാണ് അതെ ബാക്കിയൊക്കെ. അതെ അതെ. അപ്പൊ ഞാന് പറഞ്ഞു, എനിക്ക് കുറച്ച് പഠിപ്പിച്ചു തരുമോ, ഈസി ആയിട്ടുള്ള എന്തെങ്കിലും പഠിപ്പിച്ചു അത് തരുമോ? ശരി. ആഹാ. അപ്പൊ തന്നെ സ്പോട്ടിൽ കലക്കി, ഏതാ എനർജി. എന്തായാലും കൊള്ളായിരുന്നു സാരംകൂട്ടാ. താങ്ക് യു. എസ്പെഷ്യലി ആ അനുപല്ലവി ചരണം എത്തിയപ്പോ ആ സ്പീഡിൽ ഇങ്ങനെ കുറെ വാക്കുകൾ വരുന്നില്ലേ? അതെ. ഇത് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഒരാഴ്ച ഒരാഴ്ച എടുത്തു ഒരാഴ്ച പഠിക്കാൻ. എടുത്തോ? ആണോ? ഒരാഴ്ച എടുത്തു. അത് നല്ല പണിയാ ആ, പഠിക്കാൻ അതെ, വേണ്ടി അതെ, അതെ. ചേട്ടാ. അത് പാടാനും പാടി ഫലിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സാരംകൂട്ടൻ ഇന്ന് കലക്കി. കിടിലനായി പാടി. താങ്ക് യു. യെസ്. പകലടി കഴിയണ തകിലടി മുറുകണ തലമുടി വകയാൻ വാ കുളിരണ പടരണ കുറുമൊഴി കുറുകണ കരിവിഴി എഴുതാൻ വാ പനിമടി ഉയരണ പലവഴി പൊലിയണ തിലകവിതണിയാൻ വാ കവിതകൾ ഒഴുകണ കനവുകൾ വിളയണ കലകളും അണിയാൻ വാ. മാത്രല്ല ഇടയിൽ ഒരു സ്വരം പാടിയല്ലോ. എന്തായിരുന്നു അല്ലേ? തില്ലാന ഗരിതടി തില്ലാന ആ ഉടലാകെ പുതിയണ പുതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന ഗമപദ മകരി തില്ലാന. ആഹാ. അതൊക്കെ കിടിലനായിരുന്നു സാരംകൂട്ടാ. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹരിതണി തില്ലാന ഉടലാകെ പുതിയണ പുതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന ഗമപദ മകരി തില്ലാന തില്ലാന. വെരി പ്രൊഫഷണൽ. ഓ, thank you. ശരിക്കും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, വെരി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഈ പാട്ടിന് എന്താണോ വേണ്ടത് അത് മുഴുവൻ സാരംകൂട്ടൻ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സ്നേഹനിലാവിൻ ഇടവഴിയിൽ ഇന്നും ഓർമ്മകൾ തിരിവച്ചു വിളിക്കുന്നു. മെയിനായിട്ട് തോന്നിയത് ഹൈ പോകുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലങ്ങളിൽ സ്ട്രെയിൻ വരുന്നുണ്ട്. അതാണ് പ്രധാന പ്രശ്നം. അത് ഈ വോയിസ് ചേഞ്ച് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ആരാരോ കരിവള ഇട്ടു, അവിടെ ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ, അതെ. ഇല്ലേ? ഏതായിരുന്നു? അത് ശരിയാക്കി പാടാൻ പറ്റോ? ആരാരോ തരിവളയിട്ടു അറിയാതെ 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 അത് അറിയാതെ. അതെ. യെസ്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ പിച്ചിന്റെ ഇഷ്യൂസും കണ്ടു. Okay. ഇരിപ്പാണോ മയങ്ങിക്കൊണ്ടിരിപ്പാണോ കാവിലെ ഉത്സവം കഴിഞ്ഞിട്ട് വിളക്കുണ്ടോ, ആ രണ്ട് സ്ഥലങ്ങളിൽ മെയിൻ ആയിട്ട് പിച്ച്. പിന്നെ ചെറുപറ 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 പറഞ്ഞിട്ട് കുറെ വരികൾ വരുന്നുണ്ട്. അതൊക്കെ നല്ല മാനേജ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. പിന്നെ ചരണത്തിൽ ഈ പറഞ്ഞ പോലെ കൈവന്ന സ്വർഗം മണ്ണിൽ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു പിച്ചിന്റെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓ. ബാക്കിയൊക്കെ നീ കലക്കിയടാ, താങ്ക് യു. മിടുക്കനാടാ നീ, വേറെ ലെവൽ. യെസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, താങ്ക് യു. ആനന്ദണ്ണ, മുരളിയണ്ണ, ആ ബീജം ഒന്ന് പോരട്ടെ. ഇതാ. തകത്തെ, തകത്ത. താ, ദിന്ന. താ, ദിന്ന. താ. ആ, തകട്ട്, 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 തകട്ട്. ഇതാ. Wow. ചിരിച്ചുകൊണ്ട് വായിക്കുക സബാഷ്, ഇങ്ങനെ സബാഷ്. ഒന്നും ഇല്ലാതുള്ള പോലെ. അതെ, അതെ. ഇതൊക്കെ എന്തെന്ന്. സിമ്പിൾ അല്ലേ അത്? എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ ചറപ്പറ ചറപ്പറ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് Yes. അനുപല്ലവിലെ ചറപ്പറ പാടിക്കോളൂ. പകലൊളി കഴിയണ തകിലടി മുറുകണ തലമുടി വകയാൻ വാ കുളിര
ഉയരണ പടരണ കുറുമൊഴി കുറുകണ കരിമിഴി എഴുതാൻ വാ പനിമതി ഉയരണ പല വഴി പൊതിയണ തിലകമിതണിയാൻ വാ കവിതകൾ ഒഴുകണ കനവുകൾ വിളയണ കളകളമണിയാൻ വാ. ഇത് പാടാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സൗരംഗന്റെ ഒരു റീഡിസ്കവറിയാണ് ഈ പാട്ട്. യെസ്. എന്താ വെച്ചാ സൗരംഗന് ഇത്തരം പാട്ടുകളും ഈസി ആയിട്ട് വഴങ്ങും. എടുത്ത് പാടാനായിട്ട് സാധിക്കും എന്റെ മകനെ. താങ്ക് യു. ഒരുമിഴി തഴുകണ കരിമിഴി അലിയണ മറുപടി ഇനിയുണ്ട് നര നര നരയണ പറ പറ കവിയണ പുതു പുതു മലരമ്പ് അപ്പൊ അതിന് കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. ഓ അതെ. നമ്മൾ സാധാരണ പാടുന്ന മെലഡീസ്, അങ്ങനെയുള്ള മെലഡീസിന്റെ പല രീതിയിൽ, അങ്ങനെയല്ല റിതമിക് പെർഫോമൻസ്, ഇതിന് വേറെ ശൈലികളിലുള്ള വേറെ മ്യൂസിക്കൽ ജോൺറാസിലുള്ള പാട്ടുകൾ എടുത്ത് പാടാം സൗരംഗന്. അതെ സർ. അതിന് സാധിക്കാത്ത ആളല്ല, അത് സ്വയം മനസ്സിൽ ആക്കി വെച്ചോളൂ. ഓക്കെ ഓക്കെ, ഓക്കെ ഈ പെർഫോമൻസിൽ നിന്ന് അതാണ് ടേക്ക് അവേ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പെർഫോമൻസും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കൂലേ, ഓ അതെ. അപ്പൊ ഇതിൽ നിന്ന് അതാണ് പഠിക്കേണ്ടത് എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡാഷിംഗ് പെർഫോമൻസ് ആണ് നമ്മുടെ Yes. സൗരംഗന്റെ. ആ അതെ. ഇതുവരെ ഉള്ളതില് നമ്മള് സൗരംഗൻ ഇത്രയും നാള് ആ ജേണി നമ്മൾ കണ്ടില്ലേ, അതിൽ നിന്നൊക്കെ ഒരു അന്യനായ വ്യത്യസ്തനാമൊരു സാരംഗ് കുട്ടനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അതാണ് ഇപ്പൊ തിരിച്ചറിയുന്നു. സർകൂടാ എന്താ സർ? കലകി. താങ്ക് യു. യാ പൊളിച്ചു, താങ്ക് യു. തകർത്തു. താങ്ക് യു. കലക്കി. താങ്ക് യു സർ. വെരി നൈസ്. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ഓ നല്ലൊരു എനർജി ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഹൈ പിച്ചിൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു, അല്ലേ? അതെ അതെ. ആ, ഇങ്ങനത്തെ പാട്ടിൽ ഞാൻ ഇനി കുറ്റൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പറയണത് എനിക്ക് തന്നെ എന്തോ ഒരു മോശമാണ്. അതെ. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇന്നും ഓർമ്മകൾ തിരിവെച്ച് വിളിക്കുന്നു. പിന്നെ വേലയ്ക്ക് വിളക്കുണ്ടോ അനുപല്ലവിയുടെ അവിടെയൊക്കെയാണ് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ തോന്നിയത്. പിന്നെ പലതിലും അതിലുണ്ട്. അത് കുറച്ചൊന്ന് വിധത്തിൽ നിന്ന് കുറച്ചൊന്ന് വലിഞ്ഞു. അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. പക്ഷെ പാട്ട് കിടുക്കി, നന്നായിരുന്നു. സാരംകുട്ടന്റെ ഇതുവരെയുള്ള പെർഫോമൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് കേട്ടോ. വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതും ഒരു വെറൈറ്റി ആയിട്ട്. പിന്നെന്താ പറയാമെന്നോ? ഒന്നുമില്ല, അതായത് ഈ നമ്മുടെ സീസൺ 2-ലെ ശ്രീനന്ദേട്ടനില്ലേ, അപ്പൊ ശ്രീനന്ദേട്ടൻ ഈ പാട്ട് മുൻപേ പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനത് കുറെ പ്രാവശ്യം കേട്ടു. അപ്പൊ ചേട്ടൻ്റെ കൂടി പറഞ്ഞു ഞാൻ ഈ പാട്ടാ പാടുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ആ അതെ അതെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേട്ടന്റെ കുറച്ച് ഗൈഡൻസും കിട്ടി. അപ്പൊ വരി കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഈ ഒരു ബീറ്റില്ലേ ടക അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് സഹായങ്ങൾ ചെയ്തു, ടിപ്സ് തന്നു. പിന്നെ ഡാൻസ് കലക്കി കേട്ടോ. ജീതയുടെ ട്രെയിനിങ് കൊള്ളാം. ഇനി മാർക്ക് നോക്കാം നമുക്ക്. നമുക്ക് 95 തുടങ്ങാം. എന്തേ ഒന്നുകൂടി 96 മതിയോ? പോരാ. ഒന്നുകൂടെ കൂടിയോ? 97 മതിയോ? പോരാ. ഒന്നുകൂടെ കൂടിയോ? 98 മതിയോ? മതിയോന്ന് വെച്ചാൽ ഇല്ല. ഇല്ല, എന്ത് വെച്ചാലും പോരാന്ന് പറയടാ. എത്ര വേണ്ടതെന്ന് പറ. 98-ന് മുകളിൽ മതി. 98 അതാ സാരംകുട്ടിന്റെ പ്രത്യേകത. 98 മുകളിൽ കിട്ടിയാൽ ഹാപ്പിയാണ്. 100 ഒന്നും വേണ്ട, 98-ന് മുകളിൽ. 98.25 അല്ലേ? അത് ഓക്കെ, മുകളിലാണല്ലോ. അങ്ങനെ മുകളിൽ, പിന്നെ ഇച്ചിരിയും കൂടെ മുകളിൽ, കുറച്ചും കൂടി മുകളിൽ ആണോ? അത് കുഴപ്പമുണ്ടോ? ഒരു തരം എന്നാ മുകളിലങ്ങടെ കയറ്റിയിരുത്താം. ഒരു തരം 2 തരം 3 തരം. It is going to be 9 on 100 for Sarangutam today. Thank you sir. Thank you. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് സൗരംഗൻ. ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? ഓക്കെ, MJ അങ്കിൾ. രണ്ട് ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. പിന്നെയുള്ളത് വെളിച്ചെണ്ണ എന്തിനൊക്കെ ഉപകരിക്കുന്നു പറഞ്ഞോ കുട്ടൻചേട്ടാ. വെളിച്ചെണ്ണയ്ക്ക് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ്, അതുകൊണ്ട് ആന്റി ബാക്ടീരിയൽ. അപ്പോ പ്രത്യേകിച്ചും സ്കിന്ന് വളരെ നന്നായിരിക്കും അത് ഉപയോഗിക്കുക. അതായത് തേച്ച് കുളിക്കണം, അതാണ് ഉദ്ദേശിച്ചത്. കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. വെൽക്കം. എന്റെ വക ഒരു പ്രസന്റ് ഇരിക്കട്ടെ. Wow, what a sudden surprise. Okay, thank you, MJ.